ഹലോ നമസ്കാരം, ട്രാവൽ ബോയ് ആണ്. പുതിയൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡാണ്ടാ. ഉത്തരാഖണ്ഡിന്റെ റാഡൂണിലാണ് ഉള്ളത്. നമ്മ കേദാർഗാന്ധ കയറാൻ വേണ്ടി വന്നാണ്. അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചിട്ട് റാഡൂണിലോട്ട് എത്തി. ഇവിടുന്ന് നമ്മ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷികേശിലോട്ട് പോകണ്ട. അപ്പൊ അതെ, ഋഷികേശ് പോകാൻ വേണ്ടിയിട്ട് ഡെറാഡൂണിലെ ISBTയുടെ ഫ്രണ്ടിലാണ് വന്നേക്കണത്. ഇവിടെ നേരെ ബസ് കയറിയിട്ട് ഋഷികേശിലോട്ട് പോകണം. ഞാൻ മാത്രമല്ല, നമ്മളിപ്പം കേദാർഗാന്ധ കയറാനുണ്ടായിരുന്ന 5 പേരുണ്ട്. മൂവാറ്റുപുഴയിലുള്ളവരാണ്. അവരഞ്ചുപേരും കൂടി ഉണ്ട്. നമ്മളെല്ലാരും കൂടി നേരെ ഋഷികേശിലോട്ട് പോകണാണ്. ഋഷികേശിന്റെ കാഴ്ചകളായിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം. ബസ് കിട്ടിയുണ്ട് ഋഷികേശിലോട്ട്. ഒരു കുഞ്ഞി ബസ്, ഒരു ഫ്രണ്ടിൽ നമ്മുടെ 3 ഇരിക്കുന്നുണ്ട്, ഇവിടെ നമ്മെ 3 ഇരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 6 പേര് നമ്മ നേരെ ഋഷികേശിലോട്ട് പോട്ടെ. ടിക്കറ്റ് ഇതാണ്ട. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 95 രൂപയാണ്. ഡെറാഡൂൺ ടു ഋഷികേശ്. അങ്ങനെ ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. എന്താണ്, രാംചുല, പിന്നെ തപോവൻ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബൈക്ക് അവിടെ റെൻറ്റിന് വെച്ചപ്പോൾ ഒരു വണ്ടിക്ക് 800 രൂപ ആവും പറഞ്ഞു. ഇവിടെ കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോക്ക് 4 സ്ഥലങ്ങൾ കൊണ്ടേ കാണിച്ചിട്ട് റിട്ടേൺ ഇവിടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തന്നെ ആക്കി തരും. 730 രൂപ ആവുള്ളൂ. നമ്മൾ 6 പേരുണ്ടല്ലോ, അത് വലിയ കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ഓട്ടോ എടുത്തിട്ട് നേരെ കറങ്ങാൻ വേണ്ടി പോകണേന്ന്. ഇതേ കാണുന്നതാണ് ഋഷികേശ് ബസ് സ്റ്റാൻഡ്. എന്തായാലും ഇനി ഓട്ടോ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ അതെ ത്രിവേണിഘട്ടിലാണ്ടാ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ 6 മണിക്ക് ഗംഗാരതി ഉണ്ടെന്ന് പറഞ്ഞത്. ഗംഗ ചോദിക്കണത് ആൾക്കാരൊക്കെ അവിടെ അതിൻ്റെ തുമ്പത്തിരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ 6 മണിക്ക് വന്നതിന് ഇവിടെ ഗംഗാരതി ഉണ്ടെന്ന് പറഞ്ഞ് അമ്പലമൊക്കെ അവിടെ ഇരിക്കും. അപ്പൊ നമ്മളെ കൂടെയുള്ളവര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പൊ അയാൾ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ പറഞ്ഞു ഇല്ല, ആരതിന്റെ ടൈമിൽ കൊണ്ടുപോകാൻ മതി എന്ന് പറഞ്ഞപ്പോ നമ്മ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്, രാംചുല. അവിടെയും ആരതി ഉണ്ടാവും പറഞ്ഞു. എന്തായാലും അവിടെ നിന്നാണെന്ന് വിചാരിച്ചു ആരതി. ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ. ഇവിടെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല. 6 മണിയാകുമ്പോ ഗംഗാരതി ഉണ്ടെന്ന് പറഞ്ഞ് അതല്ലാണ്ട് പിന്നെ ഈ മുമ്പത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ബലികർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വലുതായിട്ടുള്ള പരിപാടി മേളിലോട്ട് പോകുമ്പോൾ രാംചുല അങ്ങനെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഇവിടെ ഈ ഗംഗാരതി ഒഴുകുന്നത് കൊണ്ട് ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നു. ചെറിയ 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 പരിപാടികൾ. മെയിൻ ഇതൊക്കെ മേളിലോട്ടുള്ള സ്ഥലങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത പോയിന്റ് ആയിട്ട് നമ്മളെ ഇവിടെ ഇറക്കി. ഇവിടെ വേറെ ഒന്നല്ല, ഈ ബ്രിഡ്ജ് ഇറങ്ങുമ്പോ ഈ ഒരു പടി ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. രാംചുള എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇറക്കും. എന്നിട്ട് കണ്ട ഈ ബ്രിഡ്ജ് വഴി നേരെ അങ്ങോട്ട് പോയിക്കാൻ അവിടെയാണ് ആരതി കിടക്കണത്, ഗംഗാരതി. അപ്പുറത്തൊരു ബ്രിഡ്ജ് ഉണ്ട് ജാങ്ചുള എന്ന് പറഞ്ഞിട്ട്, അതുവഴി നേരെ ഇറങ്ങണം. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഇറക്കി ഓട്ടോക്കാരനെ അവിടെ വരും. അതുപോലെ ഈ ബ്രിഡ്ജിലോട്ട് പോണേണ്. അപ്പൊ താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ച ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ആളുകൾക്ക് നിന്നിട്ട് ഇങ്ങനെ കാഴ്ച കാണാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. വേറൊരു ഇതും കൂടി കാണിച്ചു തരാം. റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. ഇതിന്റെ മേളിൽ നിന്ന് റിവർ റാഫ്റ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നേണ്ടാ. ഇതിന്റെ താഴത്താണ് ഇതിന്റെ ഡ്രോപ്പിംഗ് പോയിന്റ് വന്നത്. മേളിൽ നിന്ന് റാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ താഴത്ത് കൊണ്ടുവന്ന് ഇവര് ഇറക്കും.
പഴയ ബ്രിഡ്ജിലോട്ട് കയറാൻ വേണ്ടി പോണേണ്ടാ. റാഫ്റ്റിങ്ങിന്റെ ആൾക്കാരൊക്കെ പോണണ്ടാ. ചെക്കന്മാര് ഫ്രണ്ടിൽ പോണുണ്ട്. നേരെ ഈ ബ്രിഡ്ജിൽ കൂടെ കയറിയിട്ട് ആ ബ്രിഡ്ജിൽ കൂടെ ഇറങ്ങണം. അവിടെ പാട്ടൊക്കെ കേൾക്കണ്ടിട്ടാ. ആരതി ഒരു 6 മണിയൊക്കെ ആവുന്ന തോന്നുന്നുണ്ട് തുടങ്ങുമ്പോ. പഴയ ബ്രിഡ്ജിലോട്ട് കയറിയിരുന്നു കേട്ടോ. ബ്രിഡ്ജിലോട്ട് കയറിയിട്ടുള്ള കാഴ്ചകൾ കണ്ടോ? വേറെ കാഴ്ചകളൊന്നുമില്ല. നമ്മ നേരത്തെ കണ്ട റാഫ്റ്റിങ്ങിന്റെ ഗംഗയെ കൂടി ഇങ്ങനെ ഒഴുകിപ്പോണ്ട ടീമുകൾ നേരത്തെ കണ്ടത് മലയാളികളായിരുന്നു കേട്ടാ. എടുത്ത് കുലുങ്ങുന്നുണ്ടല്ലോ. നേരത്തെ ആ റാഫ്റ്റിങ്ങിൽ പോയത് ഒരു റാഫ്റ്റിലുണ്ടായിരുന്നത് മലയാളികളായിരുന്നു. അവരങ്ങോട്ട് പോയി കുറെ വിളിച്ചവർ കേട്ടില്ല. അവിടെ ആ തീരത്ത് കുറെ ആൾക്കാരൊക്കെ കണ്ടട്ടാ. കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് ആൾക്കാർ ആ തീരത്തുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുറെ സ്റ്റെപ്പായിട്ടൊക്കെയാണ് ഇത്. അവിടെ അറ്റത്താണ് ആരതി നടക്കണമെന്ന് പറഞ്ഞത്. അതിന്റെ അപ്പുറത്ത് ആ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ടമ്മ ആ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ഇതൊരു ചെറിയ മാർക്കറ്റൊക്കെ തോന്നുന്നുണ്ട്. ഇതിന്റെ അകത്ത് കൂടി നമ്മ നേരത്തെ കാണിച്ചില്ല ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോണേണ്ട. കാണാതെ 2 പേരെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇവരെ ഇന്നലെ മിസ്സായതാണ്. ഇന്നലെ മിസ്സാണ് ഈ 2 ഇന്ന് കണ്ടിട്ടുണ്ട് 2 8,000 രൂപയ്ക്കുണ്ട് ഈ മാലക്ക് പറയണത്. ഒറിജിനലാന്നൊക്കെയാ പറയണത്. മുത്തും ഭവ്യവും കല്ലൊക്കെ അതെ വെക്കാന റേറ്റ് ഒക്കെ. അവരങ്ങനെ യാദൃശ്ചികമായിട്ട് കാണാൻ പറ്റിയട്ടാ. അവര് ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഋഷികേശിലോട്ട് വന്നാണ്. നമ്മ ഉച്ചയായി ഇങ്ങോട്ട് വന്നപ്പോ കോണ്ടാക്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇവിടെ ഉണ്ടാവും അറിയായിരുന്നു. അങ്ങനെ കറക്റ്റ് കാണാൻ വേണ്ടി പറ്റി. അവര് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് അവര് ആ രാംജൂല പാലത്തിലോട്ട് പോയി. നമ്മ നേരെ ജാങ്ജൂല പാലത്തിലോട്ടാണ് പോണത്. അവരവിടുന്ന് ഷെയർ ടാക്സി എടുത്തിട്ട് ആ പാലത്തിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നതാണ്. നമ്മ മറ്റേ ഓട്ടോന്റെ ആ ഒരു ഇതെടുത്തോണ്ട് നമ്മൾ ഈ പാലത്തിൽ കൊണ്ടുവന്ന് ഇറക്കി. കൊണ്ട് ഇവിടെ മൊത്തം മലയാളികളാണ്ടാ. എങ്ങോട്ട് നോക്കിയാലും മലയാളികൾ. ഒന്നില് കോളേജ് ട്രിപ്പ് വന്നേക്കണായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ വല്ല യൂണിവേഴ്സിറ്റി പഠിക്കണായിരിക്കും. കുറെ പിള്ളേരുണ്ട്. പിള്ളേര് മീൻസ് യൂത്ത് ടീംസ്. മലയാളത്തിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ട് കുറെ ചെക്കന്മാരും പെണ്ണുങ്ങളും. കുറെ എണ്ണം അങ്ങോട്ട് പോയിട്ടുണ്ട്, കുറെ എണ്ണം ഇങ്ങോട്ട് പോയിട്ടുണ്ട്. മൊത്തം മലയാളികളാണ് ഇവിടെ.
സൺസെറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗംഗാരതി തുടങ്ങാറായിട്ടുണ്ട്. സൺസെറ്റ് കഴിയുമ്പോഴായിരിക്കും ഗംഗാരതി തുടങ്ങണത്. അപ്പൊ നമ്മുടെ അവിടെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാരും വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗംഗാരതി ഇപ്പൊ തന്നെ തുടങ്ങും കേട്ടോ. അവിടെ നമ്മ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ തന്നെ തുടങ്ങുമ്പോ ചിലപ്പോ നേരത്തെ കണ്ടില്ലേ അങ്ങോട്ട് പോവും. ആ ശിവന്റെ ഇതിരുന്നില്ലേ അവിടെ കാണാട്ടോ. ചിലപ്പോ അങ്ങടെ വലിയ കൂടി ഇരുന്ന് തന്നെ കാണും. ആദ്യത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പൊ അതിന്റെ കൂടെയുള്ള അവർ നേരെ പാലിറങ്ങിയിട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാണ്ട് ഞാൻ ഒറ്റക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ദേ അങ്ങോട്ട് പോണേണ്ട തിരിച്ചു പോണേണ്. അവരവിടെ വെയിറ്റ് ചെയ്യണം. ആ ഓട്ടോ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങോട്ട് പോട്ടെ. ആ രണ്ടാമത്തെ പാലത്തിലോട്ടുള്ള എൻട്രി ആണ്ട്. ഫോണടിച്ച് വെറുപ്പിക്കണല്ലോ മാറി. ഇതിൽ കൂടെ ആൾക്കാർ പോകണം. രണ്ട് സൈഡ് വണ്ടിയും പോവും, ഒരു സൈഡ് ആൾക്കാരും പോവും. ജാങ്ജുള പാലം. നമ്മ തിരിച്ചത് ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തിയട്ടാ. അപ്പൊ ഡെറാഡൂണിലോട്ടുള്ള ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മ നേരെ ഡെറാഡൂണിലോട്ട് പോകണേ. ഡെറാഡൂൺ എത്തിയിട്ട് നേരെ രാത്രി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡൽഹിയിലോട്ട് പോകണേ.